നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണ്ണമായും നിർത്തിവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് പറഞ്ഞു. അഫ്ഗാൻ പൗരൻ വൈറ്റ് ഹൌസിന് സമീപം നടത്തിയ വെടിവെപ്പിനെ തുടർന്നാണ് നടപടി. വൈറ്റ് ഹൌസിന് സമീപത്തു നടന്ന വെടിവയ്പ്പിന് ശേഷം നടപടികൾ ശക്തമാക്കുകയാണ് ട്രംപ് ഭരണകൂടം. മൂന്നാം ലോക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം പൂർണ്ണമായി നിർത്തിവെക്കുമെന്നും പൗരന്മാരല്ലാത്തവർക്കുള്ള എല്ലാ ഫെഡറൽ ആനുകൂല്യങ്ങളും സബ്സിഡികളും നിർത്തലാക്കുമെന്നും ട്രംപ് അറിയിച്ചു. ജോ ബൈഡനെ ഉറക്കം തൂങ്ങിയെന്ന് വിളിച്ച ട്രംപ് ബൈഡന്റെ ഓട്ടോപ്പൻ അംഗീകാര പ്രക്രിയയിലൂടെ പ്രവേശനം ലഭിച്ച ദശലക്ഷക്കണക്കിന് നിയമവിരുദ്ധ കുടിയേറ്റങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നും പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. നാം സാങ്കേതികമായി പുരോഗമിച്ചപ്പോഴും കുടിയേറ്റ നയം ആ നേട്ടങ്ങളെയും പലരുടെയും ജീവിത സാഹചര്യങ്ങളെയും ഇല്ലാതാക്കി. US-ന് പൂർണ്ണമായി കരകയറാൻ മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഞാൻ എന്നേക്കുമായി നിർത്തിവെക്കും. അമേരിക്കയ്ക്ക് ഒരു മുതൽക്കൂട്ടില്ലാത്തവരെയോ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാൻ കഴിവില്ലാത്തവരെയോ നീക്കം ചെയ്യും. ആഭ്യന്തര സമാധാനം തകർക്കുന്ന കുടിയേറ്റക്കാരുടെ പൗരത്വം റദ്ദാക്കും. പൊതുജനങ്ങൾക്ക് ഭാരമാവുകയോ സുരക്ഷാ ഭീഷണിയാകുകയോ പാശ്ചാത്യ സംസ്കാരവുമായി പൊരുത്തപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന ഏതൊരു വിദേശ പൗരനെയും നാടുകടത്തുമെന്നും ട്രംപ് പറഞ്ഞു. US പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിന് സമീപം വെടിയേറ്റ നാഷണൽ ഗാർഡ് കമാൻഡർ സാറ ബെക്സ്ട്രോം ചികിത്സയിലായിരിക്കെ മരിച്ചു. വെടിവെപ്പിൽ പരിക്കേറ്റ മറ്റൊരു നാഷണൽ ഗാർഡ് അംഗമായ ആൻഡ്രൂ വുൾഫ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വൈറ്റ് ഹൌസിന് സമീപമുണ്ടായ വെടിവെപ്പിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നാഷണൽ ഗാർഡ് അംഗം സാറ ബെക്സ്ട്രോം എന്ന 20-കാരി മരണപ്പെട്ടതായി ട്രംപ് അറിയിച്ചു. വെടിവെപ്പിൽ പരിക്കേറ്റ മറ്റൊരു നാഷണൽ ഗാർഡ് അംഗമായ ആൻഡ്രൂ വോൾഫ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിൽ തുടരുകയാണ്. ബുധനാഴ്ച ഫാരഡ് സ്ക്വയറിലാണ് വെടിവെപ്പുണ്ടായത്. വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അഫ്ഗാൻ പൗരനായ റഹ്മാനുള്ള ലഗൻവാലലിനെ അറസ്റ്റ് ചെയ്തിരുന്നു. കൊല്ലപ്പെട്ട സാറ ബെക്സ്ട്രോമിന്റെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ട്രംപ് അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു. സാറ 2023 ജൂൺ 26-നാണ് സർവീസിൽ പ്രവേശിച്ചത്. 836 മിലിറ്ററി പോലീസ് കമ്പനിയുടെ ഭാഗമായാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. രാജ്യതലസ്ഥാനം കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തനം. അമേരിക്കൻ പ്രാദേശിക സമയം 2:15-നാണ് വൈറ്റ് ഹൌസിന് സമീപത്ത് വെച്ച് വെടിവെപ്പ് നടന്നത്. അക്രമി 15-ലധികം തവണ വെടിയുതിർത്തുവെന്നാണ് റിപ്പോർട്ട്. ഏറ്റുമുട്ടലിന് ശേഷമാണ് നാഷണൽ ഗാർഡ് അംഗങ്ങൾ അക്രമിയെ കീഴ്പ്പെടുത്തിയത്. വെടിവെപ്പിന് പിന്നാലെ 500ഓളം നാഷണൽ ഗാർഡ് അംഗങ്ങളെ വാഷിംഗ്ടൺ DC-യിൽ വിന്യസിച്ചു. വെടിവെപ്പിന് പിന്നാലെ അഫ്ഗാനിസ്ഥാൻ പൗരന്മാരുടെ ഇമിഗ്രേഷൻ അപേക്ഷകളിലെ നടപടികൾ അമേരിക്ക നിർത്തിവച്ചിരുന്നു. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാകും വരെ അഫ്ഗാൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട ഇമിഗ്രേഷൻ നടപടികൾ അനിശ്ചിതകാലത്തേക്ക് അടിയന്തരമായി നിർത്തിവെക്കുന്നതായും USCIS അറിയിച്ചിരുന്നു. 1700 വർഷങ്ങൾക്ക് ശേഷം ഇത് ചരിത്ര നിമിഷങ്ങൾ. വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാനം പാകിയ നിക്യ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൽ ലിയോ 14-ാമൻ പാപ്പ. വിശുദ്ധ നെഫിത്തോസ് ബസിലിക്കയുടെ അവശിഷ്ടങ്ങൾക്ക് സമീപം പാപ്പായും എക്യുമെനിക്കൽ സഭാപിതാക്കന്മാരും ഒരുമിച്ച് നിക്യ വിശ്വാസ പ്രമാണം ചൊല്ലി. നിക്യ ഓർമ്മകളുടെ മണ്ണിൽ നിന്നും ഷെക്കീനയുടെ സ്പെഷ്യൽ റിപ്പോർട്ട്. ഷെക്കീന ന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ള ക്രൈസ്തവ സഭാ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. വേറെങ്ങുമല്ല, 1700 വർഷങ്ങൾക്ക് മുമ്പ് ക്രൈസ്തവ സഭാ വിശ്വാസ പ്രമാണത്തിന് അടിസ്ഥാന ശിലപാകിയ ആ നിക്യ സുനഹദോസ് നടന്ന ഇസ്നിക്ക് ആ ഒരു തടാകക്കരയിലാണ്. എൻ്റെ പുറകിൽ കാണുന്നതാണ് തുർക്കിയിലെ ആ ഒരു ഇസ്നിക്ക് തടാകം. വളരെ മനോഹരമായിട്ടുള്ള തടാകം. ഇവിടെയാണ് 1700 വർഷങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വിളിച്ച് ചേർത്ത അദ്ദേഹത്തിൻ്റെ ആഹ്വാനപ്രകാരം അന്നത്തെ റോമ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഏകദേശം 300-ലധികം പിതാക്കന്മാർ ഇവിടെ സമ്മേളിച്ച് പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അതിനൊരു ഊടും പാവും അത് നെയ്തത്. മാത്രമല്ല ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളും ആ കാലത്ത് പാഷണ്ഡത എന്ന് പറഞ്ഞ പല ചോദ്യങ്ങളും ഉയർന്നപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, അതായത് ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി അത് ഉറക്കെ ഉദ്ഘോഷിച്ച ഒരു സുനോദോസ് കൂടിയാണ് നിക്യ സുനോദോസ്. അതിൻ്റെ 1700-ാം വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലിയോ 14-ാമൻ മാർപ്പാപ്പ ഇസ്നിക്ക് തടാകക്കരയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നത്. വളരെ വളരെ മനോഹരവും ഒപ്പം തന്നെ വൈകാരികവുമായിട്ടുള്ള പ്രാർത്ഥന ശുശ്രൂഷകൾക്കാണ് ഇസ്നിക്ക് തടാകക്കര
അല്പം മുമ്പ് സാക്ഷ്യം വഹിച്ചത്. ഏകദേശം 27ഓളം വിവിധ ക്രൈസ്തവ സഭകളുടെ മേലധ്യക്ഷന്മാർ ലയോ 14 മാർപ്പാപ്പയോടൊപ്പം ഈ എക്യുമെനിക്കൽ പ്രാർത്ഥന ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നും ഓർത്തഡോക്സ് സഭയുടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തലവനായിട്ടുള്ള അഭിമന്യ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാബയും ഈ ഒരു പ്രാർത്ഥന ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയുണ്ടായി. മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആഗമാന ഓർത്തഡോക്സ് സഭയുടെ പ്രത്യേകിച്ച് ലോകത്താകമാനമുള്ള 300 മില്യണോളം വരുന്ന ഓർത്തഡോക്സ് സഭയുടെ തലവനായിട്ടുള്ള പാത്രിയാർക്കീസ് ബർത്തലോമിയോ ഒന്നാമൻ്റെ ആ ഒരു സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തോടൊപ്പമാണ് ലയോ 14 മാർപ്പാപ്പ ഈ എക്യുമെനിക്കൽ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയത്. വളരെ മനോഹരമായിട്ടുള്ള സന്ദേശമാണ് ലയോ 14 മാർപ്പാപ്പ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കവേ ലോകത്തിന് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് ക്രൈസ്തവ സഭകൾക്ക് നൽകിയത്. നമ്മൾ നിക്കിയ സുനഹദോസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തു എനിക്ക് വ്യക്തിപരമായിട്ട് ആരാണ് എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാത്രമല്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിൽ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ ഐക്യത്തിന്, ക്രൈസ്തവ സഭകളുടെ ഐക്യത്തിന്, ക്രിസ്ത്യൻ യൂണിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം ലയോ 14 മാർപ്പാപ്പ പ്രത്യേകിച്ച് ഈ ഒരു ഐക്യത്തിൻ്റെ ആ ഒരു സന്ദേശം തന്നെയാണ് 1700 നിക്കിയ സുനഹദോസിലെ എക്യുമെനിക്കൽ സെലിബ്രേഷനിൽ പങ്കെടുത്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത്. വചനത്തിൽ അടിയുറച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ ഈ 1700 വാർഷിക ആഘോഷങ്ങൾ ഐക്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും ആ ഒരു ഫലം തീർച്ചയായിട്ടും ലോകത്തിനും ക്രൈസ്തവ സഭകൾക്കും സമ്മാനിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ആശീർവാദ വേളയിൽ അദ്ദേഹം പറയുകയുണ്ടായി. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങൾക്കാണ് മാർപ്പാപ്പയുടെ ഈ സിനിക് തടാകക്കരയിലേക്കുള്ള ഈ ഒരു സന്ദർശനം സാക്ഷ്യം വഹിച്ചത്. വളരെ നാളുകളായിട്ട് നമുക്കറിയാം കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വലിയൊരു സ്വപ്നമായിരുന്നു നിക്കിയ സുനഹദോസിൻ്റെ 1700 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. എന്നാൽ അതിനുള്ള നിയോഗം ലഭിച്ച ലയോ 14 മാർപ്പാപ്പയ്ക്കാണ്. അതിനാൽ തന്നെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ചടങ്ങാണ്, സുപ്രധാനമായിട്ടുള്ളൊരു പ്രാർത്ഥന ശുശ്രൂഷയാണ്, സുപ്രധാനമായിട്ടുള്ളൊരു അധ്യായമാണ് തുർക്കിയുടെ ഈ സിനിക് തടാകക്കരയുടെ മണ്ണിൽ ഇന്ന് തുടക്കം കുറിക്കപ്പെട്ടത്. അതിനാൽ തന്നെ ഏവരും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യപരിപാടിയായിരുന്നു മാർപ്പാപ്പയുടെ നിക്കിയ സുനഹദോസിൻ്റെ 1700 വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു എക്യുമെനിക്കൽ സെലിബ്രേഷൻ. അത് വളരെ മനോഹരമായിട്ട് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയുണ്ടായി. ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലുതല്ലെങ്കിലും ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് നിരവധി പേർ ഈ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയെ വീക്ഷിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. തീർച്ചയായിട്ടും ആ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടന്ന വേദിയിലേക്ക് അവിടെ സഭാമേലധ്യക്ഷന്മാരാണ് പങ്കെടുത്തത്. പക്ഷേ വിശ്വാസികൾ അതിൻ്റെ ചുറ്റിലും പരിസരത്തുമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഇസ്നിക് എന്ന് പറയുന്ന വളരെ ഒരു ചെറിയൊരു പട്ടണമാണ്. ആ പട്ടണം ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്ന ലയോ 14 മാർപ്പാപ്പയുടെ ആ ഒരു സന്ദർശനത്തോട് കൂടി തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വലിയൊരു തുടക്കമാകട്ടെ. ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള ഐക്യത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും വലിയൊരു അധ്യായം ഈ ഒരു മണ്ണിൽ തുടക്കം കുറിക്കപ്പെടട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. നിക്കിയ സുനഹദോസ് 1700 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇസ്നിക് തടാകക്കരയിലെ ആ ഒരു പ്രദേശത്ത് നിന്നും, ആ ഒരു വേദിക്ക് സമീപത്ത് നിന്നും ഷെക്കിന ന്യൂസിന് വേണ്ടി ജോർജ് ജോസ്. അമേരിക്കയിൽ നടന്ന ദേശീയ കത്തോലിക്ക യുവജന സമ്മേളനത്തിന് സമാപനം. ക്രിസ്തുവിൽ പുതുചൈതന്യം പ്രാപിച്ച് 16,000 കൗമാരക്കാർ അണിനിരന്ന യുവജന സമ്മേളനം വലിയ വിശ്വാസ സാക്ഷ്യമായി. യുവജന സംഗമത്തിൽ ലിയോ 14 മാർപ്പാപ്പയുമായുള്ള സംഭാഷണം ലോക ശ്രദ്ധ നേടിയിരിക്കുന്നു. ക്രിസ്തുവിൽ പുതുചൈതന്യം പ്രാപിച്ച് 16,000-ഓളം കത്തോലിക്ക യുവജനങ്ങൾ പങ്കെടുത്ത ദേശീയ കത്തോലിക്ക യുവജന സമ്മേളനത്തിന് അമേരിക്കയിൽ സമാപനം. ദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേദിയായ ഇൻഡ്യാനാപോളിസിലെ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിൽ തന്നെയാണ് കൗമാരക്കാരുടെയും യുവജനങ്ങളുടെയും സമ്മേളനം നടന്നത്. ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷത്തിന് മുൻപുള്ള ശനിയാഴ്ചയാണ് സംഗമത്തിന്റെ അവസാന ബലിയർപ്പണം നടന്നത്. 16,000-ഓളം കൗമാരക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രാത്രിയിൽ നടന്ന ദിവ്യബലിയോടെയാണ് പരിപാടി സമാപിച്ചത്. സമാപന ദിവ്യബലിയിൽ സംബന്ധിക്കാൻ ലൂക്കാസ് ഓയിൽ സ്റ്റേഡിയത്തിലേക്ക് നിരവധി യുവവൈദികരും എത്തിയിരുന്നു. 25 ബിഷപ്പുമാരും 240-ലധികം വൈദികരും ഒപ്പം ദിവ്യബലി അർപ്പിച്ചത് മനോഹരമായ അനുഭവമായിരുന്നുവെന്ന് ആർച്ച് ബിഷപ്പ് നെൽസൺ പെരേസ് കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു. ഒരു രാജാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൊട്ടാരങ്ങളെയും വലിയ സിംഹാസനങ്ങളെയും ശക്തിയെയും അധികാരത്തെയും കുറിച്ചാണ് നാം ചിന്തിക്കാറുള്ളതെന്നും എന്നാൽ യേശു രാജാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് വ്യത്യസ്തമാണെന്നും ആർച്ച് ബിഷപ്പ് പെരേസ് ചൂണ്ടിക്കാട്ടി. അവന്റെ സിംഹാസനം ഒരു കുരിശാണ്. അവന്റെ കിരീടം സ്വർണവും രത്നങ്ങളും കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, അത് മുള്ളുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. 3 ദിവസത്തെ യുവജന സംഗമത്തിൽ പ്രാർത്ഥന, ചർച്ചകൾ, ദിവ്യകാരുണ്യ ആരാധന, വിശുദ്ധ കുർബാന, ലയോ 14 മാർപ്പാപ്പയുമായുള്ള സംഭാഷണം എന്നിവ നടന്നു.
ടർക്കിയിൽ പാപ്പായുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തി ടീം ഷെക്കീന. പ്രാർത്ഥനയിലൊപ്പമുണ്ടെന്ന് ഷെക്കീന ന്യൂസിനോട് ലിയോ 14 വാക്കുകൾ. അത്യപൂർവ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങൾ വിവരിച്ച് ടർക്കിയിൽ നിന്നും ഷെക്കീന ന്യൂസ് റിപ്പോർട്ടർ ജോർജി ജോസ്. ഷെക്കീന ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അഭിമാനത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നുപോയത്. ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ അപ്പസ്തോലിക യാത്ര തുർക്കിയുടെ മണ്ണിൽ എത്തിച്ചേർന്നത് 2ാം ദിനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പാപ്പയുടെ ആ 2ാം ദിനത്തിലെ 2ാമത്തെ ഒരു ഷെഡ്യൂള് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പുവർ സന്യാസിനി സമൂഹം നടത്തുന്ന ആ ഒരു നഴ്സിംഗ് ഹോമിലേക്കുള്ള ആ ഒരു സന്ദർശന കാര്യപരിപാടിയായിരുന്നു. ആ ഒരു സന്ദർശനം ഷെക്കീന ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ അഭിമാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങൾ തന്നെയായിരുന്നു. പാപ്പ ആ ഒരു നഴ്സിംഗ് ഹോമിലെ ചാപ്പലിൽ എത്തിയതിനു ശേഷം അല്പസമയം നിശബ്ദമായി പ്രാർത്ഥിച്ചു. അതിനുശേഷം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹോംലി സന്ദേശം പാപ്പ നൽകുകയുണ്ടായ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പൂർ ആ സന്യാസിനി സമൂഹം ചെയ്യുന്ന ഒരു സേവനങ്ങളെ പറ്റി വളരെ മനോഹരമായിട്ട് മാർപ്പാപ്പ പ്രശംസിച്ചു. മാത്രമല്ല പ്രായമായവരെയും രോഗികളെയും കരുതേണ്ടതിന്റെ ഒരു ആവശ്യകത ഫ്രാൻസിസ് മാർപ്പാപ്പ കാണിച്ച ആ ഒരു കരുതലിന്റെ ആ ഒരു അനുഭവം അതൊക്കെ ലിയോ 14 മാർപ്പാപ്പ പങ്കുവയ്ക്കുകയുണ്ടായി. പിന്നീടാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനത്തിന്റെ ഒരു നിമിഷങ്ങൾ സ്വർഗം തീർച്ചയായിട്ടും നമുക്ക് സമ്മാനിച്ചത്. ഷെക്കീന ന്യൂസിന്റെ ഇന്റർനാഷണൽ വാർത്താ ചാനലായിട്ടുള്ള SG ന്യൂസ് ഒപ്പം തന്നെ ഷെക്കീന ഭാരത് ആ 2 ചാനൽസിന്റെയും ലോഗോ ഷെക്കീന ന്യൂസിന്റെ എം ഡി ആയിട്ടുള്ള ബ്രദർ സന്തോഷ് കരിമത്ര ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രിൻസൺ VG എന്നിവർ ചേർന്ന് മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുകയും മാർപ്പാപ്പ അത് ബ്ലസ് ചെയ്യുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഭാരത മാധ്യമ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള ഒരു ബ്ലസ്സിങ് പ്രത്യേകിച്ച് ഒരു ആത്മായ ശുശ്രൂഷയിലൂടെ സംഭവിക്കുന്ന ഒരു മാധ്യമ മുന്നേറ്റത്തിന് ഇത്തരത്തിലുള്ള ഒരു ബ്ലസ്സിങ് ലിയോ 14 മാർപ്പാപ്പയുടെ പ്രത്യേകിച്ച് മാർപ്പാപ്പയുടെ സഭയുടെ പരമാചാര്യന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്. പിന്നീട് മാർപ്പാപ്പ ചാപ്പൽ വിട്ട് പുറത്ത് വന്ന ആ ഒരു ഘട്ടത്തിൽ എനിക്കും ഒപ്പം തന്നെ എന്റെ ഒപ്പം ഉണ്ടായിരുന്ന വിനോദ് ബ്രദറിനും തീർച്ചയായിട്ടും മാർപ്പാപ്പയെ കാണുവാനും മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് ബ്ലെസ്സിങ് മേടിക്കുവാനും തീർച്ചയായിട്ടും സാധിച്ചു. തീർച്ചയായിട്ടും മാർപ്പാപ്പയോട് സംസാരിച്ചപ്പോൾ ഇന്ത്യ കേരള എന്ന് പറഞ്ഞപ്പോൾ മാർപ്പാപ്പ വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് നമ്മളെ ശ്രമിച്ചത്. തീർച്ചയായിട്ടും പ്രാർത്ഥനകളൊപ്പം ഉണ്ട് എന്ന് മാർപ്പാപ്പ നമുക്ക് തീർച്ചയായിട്ടും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലെസ്സിംഗ് ആണ്, വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷങ്ങൾ തന്നെയാണ്. മാത്രമല്ല വലിയൊരു മാധ്യമ ശ്രദ്ധ തന്നെ ഈ ഒരു ചടങ്ങിന് ലഭിക്കുകയുണ്ടായി. നിരവധി മാധ്യമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് മാർപ്പാപ്പ ഈ നഴ്സിംഗ് ഹോമിലേക്ക് വരുന്നു. ആ ഒരു അവസരത്തിൽ തുർക്കിയുടെ മണ്ണിൽ തന്നെ മാർപ്പാപ്പയെ പേഴ്സണലായി കാണുവാനും മാർപ്പാപ്പയിൽ നിന്ന് നമ്മുടെ ചാനലിനായിട്ട് ആ ഒരു അനുഗ്രഹം മേടിക്കുവാനും സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ടീമിന് മുഴുവൻ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും മാർപ്പാപ്പ നൽകിയ ആ ഒരു ബ്ലെസ്സിങ് നമ്മുടെ ഷെക്കീന കുടുംബത്തിന് മുഴുവനുമായിട്ടാണ് മാർപ്പാപ്പ നൽകിയത്. പിന്നീട് മാർപ്പാപ്പ നഴ്സിംഗ് ഹോമിലെ അന്തേവാസികളുടെ സ്നേഹാദരവുകൾ ഏറ്റുവാങ്ങി അടുത്ത കാര്യപരിപാടിക്കായിട്ട് ഇവിടുന്ന് നീങ്ങും. യുദ്ധത്തിന്റെ നടുവിൽ ജീവിക്കുന്ന ക്രൈസ്തവർക്ക് സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും വിത്തുകളാകാൻ കഴിയണമെന്നും വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്ത് ലിയോ പാപ്പ. യുദ്ധത്തിന് നടുവിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ജനങ്ങൾക്കായുള്ള ഡിസംബർ മാസത്തെ ലിയോ 14 പാപ്പായുടെ പ്രാർത്ഥനാ നിയോഗം പുറത്തുവിട്ട് വത്തിക്കാൻ. തുർക്കിയിലേക്കും ലെബനിലേക്കുമുള്ള ലിയോ 14 പാപ്പയുടെ അപ്പോസ്തോലിക യാത്രയ്ക്ക് മുൻപാണ് വത്തിക്കാന്റെ പോപ്സ് വേൾഡ് വൈഡ് പ്രയർ നെറ്റ്വർക്ക് പാപ്പയുടെ ഡിസംബർ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗം വീഡിയോ സന്ദേശത്തിലൂടെ പുറത്തുവിട്ടത്. ദി പോപ്പ് വീഡിയോ എന്ന് പേരിട്ടിരിക്കുന്ന വീഡിയോ സന്ദേശത്തിൽ സംഘർഷ മേഖലകളിൽ താമസിക്കുന്ന ക്രൈസ്തവർക്ക് വേണ്ടിയുള്ളതാണ് തന്റെ ഡിസംബർ മാസത്തെ പ്രാർത്ഥനാ നിയോഗമെന്ന് ലിയോ പാപ്പ പറഞ്ഞു. യുദ്ധമോ സംഘർഷമോ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പ്രത്യാശയുടെയും വിത്തുകളാകാൻ നമുക്ക് പ്രാർത്ഥിക്കാമെന്നും പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. വേദനയാൽ ദുരിതമനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് സമാധാനദാതാവായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കട്ടെയെന്നും പാപ്പ വീഡിയോ സന്ദേശത്തിൽ പ്രാർത്ഥിച്ചു. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ നാം ഒരിക്കലും നിസ്സംഗരാകാതിരിക്കട്ടെയെന്നും നാം ഓരോരുത്തരും ഐക്യത്തിന്റെ നിർമ്മാതാക്കളായി തീരാൻ പ്രാർത്ഥിക്കാൻ പാപ്പ എല്ലാ സഭാമക്കളെയും ക്ഷണിച്ചു. പശ്ചിമേഷ്യ അസ്ഥിരതയെ അഭിമുഖീകരിക്കുമ്പോഴും ക്രിസ്ത്യൻ സമൂഹങ്ങൾ വിശ്വാസം സംരക്ഷിക്കുകയും ദരിദ്രരെ സേവിക്കുകയും മറ്റ് സഭകളിലെയും വിശ്വാസങ്ങളിലെയും ആളുകളുമായി സഹവർത്തിത്വം പുലർത്തുകയും ചെയ്യുന്നു. അവശിഷ്ടങ്ങൾക്കിടയിലും അചഞ്ചലമായ വിശ്വാസത്തിൽ ക്രൈസ്തവ സമൂഹങ്ങൾ സമീപകാല യുദ്ധങ്ങൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരികയും മറ്റുള്ളവർക്ക് ജീവകാരുണ്യ സഹായവും ആത്മീയ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങളും ഇരുണ്ട
ഇരുണ്ട കാലങ്ങളിൽ പ്രത്യാശയുടെ ഉറവിടവുമാണെന്ന് പാപ്പ പറഞ്ഞു. വിവാഹത്തിന്റെ മൂല്യം എത്ര ശ്രേഷ്ഠമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രമാണരേഖ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഉനാകാരോ, ഒരു ശരീരം എന്നാണ് രേഖയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയാണ് പ്രസ്തുത രേഖ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ചത്. വിവാഹം ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണെന്ന് എടുത്തു പറയുന്ന രേഖയിൽ ബഹുഭാര്യത്വവും ഭർതൃത്വവും കത്തോലിക്ക സഭ നിരാകരിക്കുന്നുണ്ട്. വിവാഹത്തിന്റെ മൂല്യം എത്ര ശ്രേഷ്ഠമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന പ്രമാണരേഖ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഉനാകാരോ, ഒരു ശരീരം എന്നാണ് രേഖയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയാണ് പ്രസ്തുത രേഖ മാർപ്പാപ്പയുടെ അംഗീകാരത്തോടെ പ്രസിദ്ധീകരിച്ചത്. വിവാഹം ഒരു സ്ത്രീയും ഒരു പുരുഷനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണെന്ന് എടുത്തു പറയുന്ന രേഖയിൽ ബഹുഭാര്യത്വവും ഭർതൃത്വവും കത്തോലിക്ക സഭ നിരാകരിക്കുന്നുണ്ട്. നവംബർ 21 ലിയോ 14 പാപ്പ അംഗീകരിച്ച രേഖ നവംബർ 25 പ്രസിദ്ധീകരിച്ചത്. വിവാഹബന്ധത്തിൽ പരസ്പരം പൂർണ്ണമായും സ്വയം സമർപ്പിക്കുവാൻ സാധിക്കണമെന്നും അല്ലാത്ത പക്ഷം അത് പങ്കാളിയുടെ അന്തസ്സിനെ മാനിക്കാത്ത അപൂർണമായ പങ്കുവയ്ക്കൽ മാത്രമായിരിക്കുമെന്നും രേഖയിൽ പറയുന്നു. വിവാഹം ഒരു പരിമിതിയല്ല, മറിച്ച് നിത്യതയിലേക്ക് തുറക്കുന്ന ഒരു പ്രണയത്തിന്റെ സാധ്യതയാണെന്ന് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രധാനമായും പരസ്പരമുള്ള ആശ്രയത്വവും ദാമ്പത്യ സ്നേഹവും എന്നീ 2 കാര്യങ്ങൾക്ക് പ്രത്യേക പരാമർശവും ഈ ഡോക്യുമെന്റിൽ നൽകുന്നുണ്ട്. പരസ്പരമുള്ള ആശ്രയത്വം എന്നത് ദമ്പതികളുടെ സ്വതന്ത്ര സമ്മതത്തെ അടിസ്ഥാനമാക്കി ത്രിത്വൈക കൂട്ടായ്മയുടെ പ്രതിഫലനമാണ്. അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും തടസ്സപ്പെടുത്താതെ ഹൃദയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ളതാണെന്നും രേഖ പറഞ്ഞുവെക്കുന്നു. ഏകാന്തതയിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനമല്ല വിവാഹം ലക്ഷ്യം വെക്കുന്നതെന്നും മറിച്ച് തമ്മിൽ നിരസിക്കാതെ വിശ്വാസവും പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവും ആർജിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും കഴിയണമെന്ന് രേഖയിൽ എടുത്തു പറയുന്നുണ്ട്. ലൈംഗികതയെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലാക്കുവാൻ യഥാർത്ഥ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളുടെയും വ്യക്തമായ ഉദ്ദേശ്യം സ്വയം ദാനവും മറ്റേയാളുടെ നന്മയും ആയിരിക്കണമെന്നും രേഖ എടുത്തു പറയുന്നുണ്ട്. ഓരോ വിവാഹവും 2 വ്യക്തികൾ ചേർന്ന ഒരു ഐക്യമാണ്. അതിന് മറ്റുള്ളവരുമായി പങ്കിടുവാൻ കഴിയാത്ത വിധം അടുപ്പമുള്ളതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ഒരു ബന്ധവും ആവശ്യമാണ്. ഐക്യവും അവിഭാജ്യതയും എന്നീ 2 മൂല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് സഭയുടെ പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഈ രീതിയിൽ മാത്രമേ ദാമ്പത്യ പ്രണയം ഒരു ചലനാത്മക യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നും രേഖയിൽ കുറിക്കുന്നുണ്ട്. ക്രിസ്മസിന്റെ വരവറിയിച്ച് വത്തിക്കാനിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് മുന്നിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. വടക്കൻ ഇറ്റലിയിലെ ട്രെറ്റിനോ ആൾട്ടോ ആഡിജയിൽ നിന്നാണ് ഇത്തവണ ക്രിസ്മസ് ട്രീ. ക്രിസ്മസിനുള്ള ഒരുക്കങ്ങൾ വത്തിക്കാനിൽ ആരംഭിച്ചു. വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ കൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു. ക്രിസ്മസ് സീസണിൽ വത്തിക്കാനിൽ സ്ഥാപിക്കാറുള്ള ക്രിസ്മസ് ട്രീകൾ ഓരോ വർഷവും ഓരോ രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. വടക്കൻ ഇറ്റലിയിലെ ട്രെന്റിനോ ആൾട്ടോ അഡിജയിലെ ബോൾസാനോ പ്രവിശ്യയിലെ ആൽറ്റിമോയിലെ ആൽപൈൻ താഴ്വരയിൽ നിന്നാണ് ഇത്തവണ ക്രിസ്മസ് ട്രീ വത്തിക്കാനിൽ എത്തിച്ചത്. ഏകദേശം 27 മീറ്റർ ഉയരമുള്ള നോർവേ സ്പ്രൂസ് ക്രിസ്മസ് ട്രീ നവംബർ 27 രാവിലെ മുതൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ ആരംഭിച്ചു. ഒരു ക്രെയിനിന്റെ സഹായത്തോടെയാണ് ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചത്. 2025 ക്രിസ്മസിന് വത്തിക്കാൻ അലങ്കരിക്കുവാൻ ലയോ 14 പാപ്പ ആദ്യമായി തെരഞ്ഞെടുത്ത ക്രിസ്മസ് ട്രീ സൗത്ത് ടൈറോളിൽ നിന്നാണെന്നതും ശ്രദ്ധേയമാണ്. നോർവേ സ്പ്രൂസിന് പുറമെ ഹോളി സീയുടെയും വത്തിക്കാൻ സിറ്റി സ്റ്റേറ്റിന്റെയും ഓഫീസുകളിലും കെട്ടിടങ്ങളിലും സ്ഥാപിക്കുന്നതിനുള്ള മറ്റ് ചെറിയ മരങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. മൊറാനോ പ്രദേശത്തെ ലെഗൂണ്ടോ, ആൽറ്റിമോ മുനിസിപ്പാലിറ്റികളാണ് അവയെല്ലാം സംഭാവന ചെയ്തത്. അതേസമയം തന്റെ ആദ്യ അപ്പസ്തോലിക യാത്രയ്ക്കായി ലയോ 14 പാപ്പ തുർക്കിയിലേക്ക് പുറപ്പെട്ടതിനിടയിലാണ് ഈ ക്രിസ്മസ് ട്രീ സ്ഥാപിക്കൽ. അതീവ സുരക്ഷയോടെ ജർമ്മനിയിൽ വീണ്ടും ക്രിസ്മസ് മാർക്കറ്റ് തുറന്നു. 2024 ഡിസംബർ 20 ജർമ്മനിയിൽ മാർബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് മാർക്കറ്റുകൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് തുറന്നത്. നവംബർ 20 ആരംഭിച്ച ക്രിസ്മസ് മാർക്കറ്റിന് സുരക്ഷയെ പ്രതി ഔദ്യോഗിക അംഗീകാരം നൽകാൻ ഉദ്യോഗസ്ഥർ താൽപ്പര്യക്കുറവ് കാണിച്ചെങ്കിലും പിന്നീട് അനുമതി നൽകുകയാണ് ചെയ്തത്. ജർമ്മനിയിൽ അതീവ സുരക്ഷയോടെ ക്രിസ്മസ് മാർക്കറ്റ് തുറക്കുവാനുള്ള തീരുമാനം അംഗീകരിച്ച് അധികൃതർ. 2024 ഡിസംബർ 20 ജർമ്മനിയിൽ മാഗ്ഡബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ക്രിസ്മസ് മാർക്കറ്റുകൾ കർശനമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് തുറന്ന് പ്രവർത്തിക്കുവാൻ അനുവാദം നൽകിയത്. നവംബർ 20 ആരംഭിച്ച നഗരത്തിലെ പ്രധാന ക്രിസ്മസ് മാർക്കറ്റിന് അംഗീകാരം നൽകുവാൻ ഉദ്യോഗസ്ഥർ ദിവസങ്ങളോളം അടിച്ചുവെങ്കിലും ഒടുവിൽ അനുമതി നൽകുകയായിരുന്നു. കഴിഞ്ഞ വർഷം ക്രിസ്മസ് മാർക്കറ്റിൽ ജനക്കൂട്ടത്തിലേക്ക് വാഹനമിടിച്ചു കയറി 6 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നവംബർ 10 മുതൽ പ്രതി വിചാരണയിലായതിനാൽ നഗരം ഇപ്പോഴും ജാഗ്രതയിലാണ്. 2025 ക്രിസ്മസ് സീസണിൽ കൊളോണിനടുത്തുള്ള ഓവറത്തിലെ ഒരു സീസൺ മാർക്കറ്റ്, വടക്കൻ ജർമ്മനിയിലെ റോസ്റ്റാക്ക് മാർക്കറ്റുകളിലൊന്ന്, ഡോർമുണ്ടിലെ ബോൾഷിംഗ്, കാസിൽ എന്നിവ ഉദ്യോഗസ്ഥർ സുരക്ഷയെ പ്രതി റദ്ദാക്കിയിരുന്നു. ജർമ്മൻ പ്രസ് ഏജൻസിയായ DPAയ്ക്ക് വേണ്ടി അടുത്തിടെ നടത്തിയ യുഗോ പോൾ പ്രകാരം വെൽറ്റ് റിപ്പോർട്ട് ചെയ്തതുപോലെ 62% ആളുകളും ഈ വർഷം ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു ഭീകരാക്രമണം ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം സുരക്ഷയെ സംബന്ധിച്ച ആശങ്കകൾ നിലവിലുണ്ടെങ്കിലും സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം ക്രിസ്മസ് മാർക്കറ്റുകൾക്കുണ്ട്. ജർമ്മനിയിൽ എല്ലാ
വർഷവും 3000-ലധികം ക്രിസ്മസ് മാർക്കറ്റുകൾ സജീവമായി തുറക്കാറുണ്ട്. ഏകദേശം 170 ദശലക്ഷം സന്ദർശകരാണ് ഇവിടെ വർഷാവർഷം ക്രിസ്മസ് സീസണിൽ എത്തിച്ചേരുന്നത്. ഈ സന്ദർശകരുടെ എണ്ണം രാജ്യത്തെ ജനസംഖ്യയുടെ ഇരട്ടിയിലധികം വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കാലാകാലങ്ങളായുള്ള പാരമ്പര്യത്തിനും സാംസ്കാരിക അനുഷ്ഠാനങ്ങൾക്കും വിള്ളൽ വരുമ്പോൾ ജർമ്മനിയിലെ തദ്ദേശീയർക്ക് നഷ്ടബോധമോ അരക്ഷിതാവസ്ഥയോ അനുഭവപ്പെടുന്നുണ്ടാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. റഷ്യയുമായി സമാധാന കരാറിന് യുക്രൈൻ സമ്മതിച്ചതായി റിപ്പോർട്ട്. റഷ്യൻ പ്രതിനിധികളുമായി അമേരിക്കൻ ആർമി സെക്രട്ടറി ഡാൻ ഡിസ്കോൾ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് സമാധാന കരാറിന് യുക്രൈൻ സമ്മതിച്ചെന്ന വിവരം പുറത്തുവന്നത്. റഷ്യൻ യുക്രൈൻ സമാധാന കരാർ സംബന്ധിച്ച ചർച്ചയിൽ വലിയ പുരോഗതി കൈവരിച്ചെന്നും എന്നാൽ ചില കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച ആവശ്യമാണെന്നും വൈറ്റ് ഹൗസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. 3.5 വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക, ഉക്രൈൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഞായറാഴ്ച സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ ചർച്ച നടത്തിയിരുന്നു. ജനീവയിൽ ചർച്ച ചെയ്ത കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ പ്രതിനിധികൾ പൊതുധാരണയിലെത്തിയെന്ന് ഉക്രൈന്റെ ദേശീയ സുരക്ഷാ സെക്രട്ടറി റുസ്തം ഉമറോവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വിറ്റ്സർലാൻഡിലെ പ്രാഥമിക ചർച്ചയിൽ സമാധാന പദ്ധതിയിലെ പിഴവുകൾ തിരുത്തിയതായും മൊത്തത്തിൽ പ്രതീക്ഷയുണ്ടെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞിരുന്നു. ചില കാര്യങ്ങൾ ട്രംപുമായി ചർച്ച ചെയ്യാനുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും പുടിന്റെ ഉപദേഷ്ടാവ് കിറിൽ ദിമിത്രിയും ചേർന്നാണ് കരട് കരാർ തയ്യാറാക്കിയത്. തുടർന്ന് ഉക്രൈൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ ഏതാനും വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയെന്നാണ് വിവരം. ഉക്രൈൻ സൈനികരുടെ എണ്ണം 6 ലക്ഷമായി കുറയ്ക്കണമെന്ന കരാറിലെ വ്യവസ്ഥ ജനീവയിലെ ചർച്ചയെ തുടർന്ന് 8 ലക്ഷമായി ഉയർത്തി ഭേദഗതി ചെയ്തെന്ന സൂചനയുമുണ്ട്. ഉക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല. ഉക്രൈൻ സൈനികരുടെ എണ്ണം 6 ലക്ഷമായി കുറയ്ക്കണം. യുദ്ധത്തിൽ പിടിച്ചെടുത്ത ക്രിമിയ, ലുഹാൻസ്, ഡൊണറ്റ്സ് എന്നീ പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം. ഹെഴ്സൺ, സാപ്രേഷ്യ എന്നിവിടങ്ങൾ ഭാഗികമായും റഷ്യ കയ്യിൽ വയ്ക്കും. സാപ്രേഷ്യ ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് കൊടുക്കണം എന്നിങ്ങനെയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.